പുനലൂർ പത്തനാപുരം പാതയിൽ തുടർച്ചയായി അപകടങ്ങൾ നടക്കുന്ന അലിമുക്കിൽ വീണ്ടും വാഹനാപകടം. 3 മാസത്തിനിടെ 10ാം തവണയാണ് ഇവിടെ അപകടം നടക്കുന്നത്. രണ്ടാഴ്ചകൾക്ക് മുന്നേ ലോറി മറിഞ്ഞ അതേ സ്ഥലത്തെ കടയിലേക്കാണ് തിങ്കളാഴ്ച പുലർച്ചെ നിയന്ത്രണം വിട്ട കാർ കടയിലേക്ക് ഇടിച്ചു കയറിയത്. തുടർച്ചയായി അപകടങ്ങൾ ഒഴിവാക്കാൻ നടപടി ആവശ്യപ്പെട്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സ്ഥലത്ത് പ്രതിഷേധം നടന്നു. മലയോര ഹൈവേയിൽ പുനലൂർ പത്തനാപുരം പാതയുടെ പുനരുദ്ധാരണ പ്രവൃത്തികൾ പൂർത്തിയാക്കിയതിനു ശേഷം തുടർച്ചയായി അപകടം നടക്കുന്ന സ്ഥലമാണ് അലിമുക്ക് ജംഗ്ഷൻ. ചെറുതും വലുതുമായി 10 തവണയാണ് ഒരേ സ്ഥലത്ത് തന്നെ അപകടങ്ങൾ നടക്കുന്നത്. മിക്കപ്പോഴും രാത്രികാലങ്ങളിലാണ് അപകടങ്ങൾ ഉണ്ടാകാറുള്ളത്. 2 ആഴ്ചകൾക്ക് മുൻപ് കോട്ടയത്ത് നിന്നും തമിഴ്നാട്ടിലേക്ക് തടി കയറ്റി ലോഡുമായി പോയ ലോറി നിയന്ത്രണം വിട്ടും മറിഞ്ഞിരുന്നു. ഇതേ സ്ഥലത്ത് തന്നെയാണ് തിങ്കളാഴ്ച പുലർച്ചെ 1:30 നിയന്ത്രണം നഷ്ടമായ കാർ കടയിലേക്ക് ഇടിച്ചു കയറിയത്. അപകടത്തിൽ ആർക്കും കാര്യമായ പരിക്കുകളില്ല. പത്തനാപുരം ഭാഗത്ത് നിന്നും പുനലൂർ ഭാഗത്തേക്ക് വരുന്ന വാഹനങ്ങളാണ് ഇവിടെ നിരന്തരം അപകടത്തിൽപ്പെടുന്നത്. 1/2 കിലോമീറ്ററിലധികം നേർരേഖയിൽ കിടക്കുന്ന പാതയിൽ വരുന്ന വാഹനങ്ങൾ അലിമുക്ക് ജംഗ്ഷനിലെ വലിയ വളവിൽ തിരിക്കാൻ ശ്രമിക്കുമ്പോഴാണ് സമീപത്തെ കടകളിലേക്ക് ഇടിച്ചു കയറുന്നത്. അശാസ്ത്രീയമായ റോഡ് നിർമ്മാണമാണ് അപകടങ്ങൾക്ക് കാരണമെന്ന് നേരത്തെ ജനപ്രതിനിധികൾ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയിരുന്നു. അലിമുക്ക് ജംഗ്ഷന് എത്തുന്നതിന് മുൻപേ ഹമ്പുകളോ മറ്റ് വേഗതാ നിയന്ത്രണ സംവിധാനങ്ങളോ ഏർപ്പെടുത്തണമെന്ന് മുൻപ് തന്നെ ആവശ്യം ഉയർന്നിരുന്നു. എന്നാൽ ഇത് അധികൃതർ മുഖവിലക്കെടുത്തിരുന്നില്ല. തുടർച്ചയായ അപകടങ്ങളിൽ പ്രതിഷേധിച്ച് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച അലിമുക്കിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. KPCC അംഗം CR നജീബ് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് പ്രവർത്തകർ അലിമുക്കിൽ റോഡ് ഉപരോധിച്ചു. ഇവരെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് ശ്രമിച്ചത് സ്ഥലത്ത് വാക്കേറ്റവും സംഘർഷവും ഉണ്ടാക്കി. തുടർന്ന് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുധീർ മലയിൽ, മണ്ഡലം പ്രസിഡന്റ് ബിജു വാഴയിൽ തുടങ്ങിയവരെ പോലീസ് സ്ഥലത്തു നിന്നും അറസ്റ്റ് ചെയ്ത് നീക്കി. ന്യൂസ് ബ്യൂറോ, പുനലൂർ.